ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. സിനിമയും സമൂഹവും എന്ന് പറയുന്ന +1 പാഠം നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. ജോണി എഴുതിയ ഒരു പാഠമാണ് സിനിമയും സമൂഹവും. ജോണി ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു പാഠഭാഗം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിമനോഹരമായുള്ള പാഠഭാഗമാണ്. ജനപ്രിയ സിനിമകളുടെ പ്രത്യേകതകളെ വിവരിക്കുന്ന ഒരു പാഠഭാഗം തന്നെയാണ്. അപ്പോൾ ഇത് പലർക്കും പ്രയാസകരമായിട്ടുള്ള പാഠഭാഗമായിരിക്കാം, അല്ലെങ്കിൽ പലർക്കും അതിൻ്റെ ആശയം മനസ്സിലാവാത്തതായിരിക്കാം. അതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ അയയ്ക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠഭാഗം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? നിങ്ങൾക്ക് പലർക്കും മലയാളം വായിക്കുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ മലയാളം വായിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് മലയാളം ഓരോ പാഠവും വായിച്ച് ഒരു തവണയെങ്കിലും വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ ഇനിയും ഒത്തിരി സമയമില്ലെങ്കിൽ നമ്മൾ എല്ലാ പാഠവും വായിച്ച ഓരോ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എല്ലാവരും എടുത്ത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാഠം നമുക്ക് വായിച്ച് ഓരോ അർത്ഥവും പറഞ്ഞുകൊണ്ട് ഇതിലെ സാധ്യതാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? റെഡി. ജനപ്രിയ സിനിമകൾ ഉത്തമ കലാസൃഷ്ടികളാണെന്ന് അവയുടെ നിർമ്മാതാക്കൾ പോലും അവകാശപ്പെടാറില്ല. അവ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്ന കലാസൃഷ്ടികളല്ല, വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭവങ്ങൾ മാത്രമാണെന്ന് അവർ തന്നെ സമ്മതിക്കും. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പം ജനപ്രിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമ കലാസൃഷ്ടികളാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മൂല്യങ്ങൾ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാലല്ല. ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു കലാസൃഷ്ടികളാണോ ജനപ്രിയ സിനിമ? അല്ലേ? ജനപ്രിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ? CID മൂസ, അല്ലെങ്കിൽ പറക്കുന്തളിക പോലുള്ള സിനിമകളില്ലേ? അതൊക്കെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള സിനിമ, ജനപ്രിയ സിനിമകൾ അല്ലേ? അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഒരിക്കലും ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരം നൽകുന്നതോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമാന്മാരാക്കുന്ന സിനിമകളോ ആണോ? അല്ല, അത് വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭവങ്ങളാണ്. ശരിയാണല്ലോ? അതിനോട് നിങ്ങൾ യോജിക്കുന്നു. ജനപ്രിയ സിനിമയ്ക്കെതിരെ ഉന്നയിക്കപ്പെടാറുള്ള പ്രധാന ആക്ഷേപം ഇതാണ് അല്ലേ? അതൊരു ഉത്തമ കലാസൃഷ്ടി അല്ല എന്നൊരു ആക്ഷേപമാണ് ജനപ്രിയ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കമ്പോളത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേവല വിനോദ സിനിമകൾ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പാലായനമാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലേ? ഈ ജനപ്രിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്വപ്ന ലോകത്തേക്കുള്ള ഒരു പാലായനമാണ് അല്ലേ? കാരണം നിങ്ങൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, നായകൻ ഒറ്റയ്ക്ക് വന്ന് 15 വില്ലന്മാരെ അടിച്ച് താഴെ ഇടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമയിൽ കാണാറുണ്ട് അല്ലേ? വലിയ കല്ല് അല്ലേ, വലിയ ഭാരമുള്ള കല്ലുകൾ ഒറ്റയ്ക്ക് നായകൻ പൊക്കുന്നു, അല്ലെങ്കിൽ നായകൻ 50 പേരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്നു അല്ലേ? ഒന്ന് തൊടുമ്പോൾ തന്നെ തെറിച്ചു പോകുന്നു. ഇതുപോലുള്ള ചിത്രീകരണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിത്യജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ യാഥാർത്ഥ ജീവിതത്തിൽ അത് സാധ്യമാണോ? ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പം യാഥാർത്ഥ്യ ജീവിതത്തിൽ നിന്നുള്ളൊരു പാലായനമാണ് നമ്മുടെ സ്വപ്ന ലോകത്ത് അല്ലേ? ഇങ്ങനെ സംഭവിച്ചോ, അപ്പം നമുക്കും നമ്മൾ നായകനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പ്രേക്ഷകർ അല്ലേ? നമുക്കത് നോക്കാം. കലയുടെ ഉന്നത മൂല്യങ്ങൾ ജനപ്രിയ സിനിമകളിൽ അന്വേഷിക്കേണ്ടതില്ലെന്ന തെറ്റിദ്ധാരണയിലേക്ക് ഇത് പലരെയും നയിക്കുന്നുണ്ട്. എങ്കിൽ അതൊരു ജനപ്രിയ സിനിമകൾ കലയുടെ മൂല്യം ഇല്ല. ജനപ്രിയ സിനിമയിൽ കലയുടെ മൂല്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതും ഒരു കലാസൃഷ്ടി തന്നെയാണ് അല്ലേ? ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ സിനിമകൾ ആസ്വാദ്യമാവുന്നതിൻ്റെ കാരണം എന്തെന്ന കാതലായ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉത്തമ സിനിമയുടെ പക്ഷത്ത് നിൽക്കുന്നവരുടെയും പതിവ്. യഥാർത്ഥത്തിൽ നിന്നുള്ള മറ്റൊരു പാലായനമാണ് ഇത്. ജനപ്രിയ സിനിമകൾ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സിനിമയെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാനും ഇത് ആവശ്യമാണ്. മനസ്സിലായാലും മക്കളെ? അതായത് ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ജനപ്രിയ സിനിമകൾ കൂടുതൽ ജനശ്രദ്ധ നേടുന്നുണ്ട് അല്ലേ? എല്ലാവരും കാണുന്നില്ലേ ജനപ്രിയ സിനിമകളൊക്കെ? അപ്പം അത് എന്തുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് ഉത്തമ കലാസൃഷ്ടി, അല്ലെങ്കിൽ ഉത്തമ സിനിമകളുടെ പക്ഷത്ത് നിൽക്കുന്നവർ തെന്നിമാറുകയാണ് എന്നാണ് കവി പറയുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ജനപ്രിയ സിനിമകൾ സ്വപ്ന ലോകത്തിന്റെ ഭ്രമാത്മകതയാണ് പൊതുവെ പ്രതിഫലിപ്പിക്കുന്നത്. അതിശോക്തിയെ കൊണ്ട് വക്രീകരിക്കപ്പെട്ട ഉള്ളടക്കത്തെ പോലും തികച്ചും യാഥാർത്ഥ്യ പ്രതീത ഉണർത്തുന്നതും വിധം ചിത്രീകരിക്കാൻ ചലച്ചിത്ര മാധ്യമത്തിന് കഴിയുന്നതുകൊണ്ട് മിഥ്യകൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്നു. മക്കളെ, അതായത് തെറ്റിദ്ധാരണകൾ, മിഥ്യകൾ എന്ന് പറഞ്ഞാൽ തെറ്റുകളാണ്.
മിഥ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകളാണ്. ഈ മിഥ്യകൾ എന്താണ്? സിനിമയിൽ യാഥാർത്ഥ്യമായി ആവിഷ്കരിക്കപ്പെടുന്നു. തെറ്റുകൾ അല്ലേ? അതായത് അങ്ങനെ സംഭവിക്കാൻ കഴിയാത്ത, അതായത് ഒരാളെ തൊടുന്ന 10 പേര് തെറിച്ചു പോകുന്നതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മുടെ ഒരു സ്വപ്നത്തിലൊക്കെ നടക്കുന്ന പോലെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ജനപ്രിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്ന ലോകത്തേക്ക്, നമ്മളെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോയി ആ സ്വപ്ന ലോകത്തിലെ ആവിഷ്കരണമാണ് തീർച്ചയായിട്ടും അല്ലേ? ഈ മിഥ്യകളാവട്ടെ സിനിമാ നിർമ്മാതാക്കൾ പ്രേക്ഷകരുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതല്ല. നിർമ്മാതാക്കൾ കൂടി ഉൾപ്പെടുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെ എന്തൊക്കെയോ ചില മാനസിക അവകാശങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് അവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതായത് എന്താണ് മക്കളെ, ഈ ജനപ്രിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം അല്ലേ, പ്രേക്ഷകരെല്ലാവരും ഈ സിനിമ കാണണം എന്ന് പറയാറുണ്ടോ? ആരും തന്നെ അങ്ങനെ നിർബന്ധിച്ച് നമ്മളെ കാണിക്കാറില്ല. നമ്മളെന്താണ്, നമ്മുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് നമ്മൾ സിനിമ കാണുകയാണ് അല്ലേ? അത് ആരുടെയും മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ നമുക്കെന്താണ്, നമുക്കെല്ലാവർക്കും ഈ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. കാരണം എന്താണ്, നമ്മുടെ എന്തോ ഒരു മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മക്കളെ ആ ഒരു മാനസിക അവകാശങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അല്ലേ? നമ്മൾ നായകനിലൂടെ അങ്ങ് ഇറങ്ങിച്ചെന്ന് എന്താണ് നമ്മളുടെ അവകാശങ്ങളെ കൂടി എന്താണ് തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണം കഴിയുന്ന സിനിമകൾ കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. വിദൂര ഭൂതകാലത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ് മിത്തുകൾ. അപ്പം മിത്തുകൾ എന്താണെന്ന് പലർക്കും ഇങ്ങനെ ഒരു പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. മിത്തുകൾ എന്താണെന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ രൂപപ്പെട്ടു വരുന്ന സങ്കീർണമായ അതായത് ഭൂതകാലത്തിൽ രൂപപ്പെട്ടു വരുന്ന മനുഷ്യ അനുഭവങ്ങൾ. അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പ്രേതം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് എപ്പോൾ വന്നതാണ്? വർഷങ്ങൾക്ക് മുമ്പേ ആരുടെയോ ഒരു അനുഭവം അല്ലേ? അങ്ങനെ ആയിരിക്കാം. അതായത് ഭൂതകാലത്തിലെ ഒരു മനുഷ്യ അനുഭവമാണ് അല്ലേ പ്രേതം എന്ന് പറയുന്നത് അല്ലേ? നമ്മളിങ്ങനെ തലമുറയായി കൈവരുന്ന ഒരു കാര്യമാണ് പ്രേതം അല്ലേ? പലരെയും നമ്മളിങ്ങനെ പറയാറുണ്ട്. അവിടെ അപ്പോൾ ആരുടെയോ ജീവിതത്തിൽ എന്തോ ഒരു ഇത് സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ ഭൂതകാലത്തിലെ മനുഷ്യ അനുഭവങ്ങളാണ്. എങ്കിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. പ്രേതമെന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ പ്രേതമെന്ന് പറയുന്ന ആ ഒരു രീതിയിൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പ്രേതമെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഭൂതകാലത്തിലെ മനുഷ്യൻ്റെ അനുഭവങ്ങളെ പുനരാവിഷ്കരിക്കുക, അതിനെ നമ്മൾ എന്ത് പറയും? മിത്തുകൾ. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് സിനിമയാക്കുന്നതൊക്കെ ഒരു മിത്താണ്. മിത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഭൂതകാലത്തിൽ, അതായത് പിന്നെ നടന്ന ഒരു മനുഷ്യൻ്റെ അനുഭവത്തിനെ വീണ്ടും നമ്മൾ എന്താണ് അതിനെ പുനരാവിഷ്കരിക്കുന്നത്. അപ്പം ഭൂതകാലങ്ങളിലെ മനുഷ്യാനുഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ് മിത്തുകൾ. അത് ഓർത്ത് വെക്കുക. എന്താണ് മിത്തെന്ന് വല്ലതും ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഭൂതകാലങ്ങളിലെ മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ പുനരാവിഷ്കരണമാണ് മിത്തുകൾ എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങളുടെ രീതിയിൽ എഴുതുക കേട്ടോ. ഈ മിത്തുകളെ സമകാലികമാക്കിയും മാറ്റിമറിച്ചും പരിഷ്കരിച്ചും സംയോജിപ്പിച്ചുകൊണ്ടാണ് സാങ്കേതിക യുഗത്തിൽ കലയായ സിനിമ പുതിയ മിത്തുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് സിനിമ പുതിയ മിത്തുകൾ നിർമ്മിക്കുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. ഓരോ കാലത്തും സംഭവിക്കുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പരിണാമം സിനിമയുടെ മിത്തിക്കൽ സ്വഭാവത്തിലും അഴിച്ചുപണി നടത്താറുണ്ട്. സിനിമയിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേകതരം ഉള്ളടക്കങ്ങൾ ഉടലെടുക്കുന്നതും പഴയവ പരിഷ്കരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. ജനപ്രിയ സിനിമ ഒരേ സമയം പ്രേക്ഷക സമൂഹത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ മാന്ത്രിക കണ്ണാടിയും അവയെ യാഥാർത്ഥ്യമായി പരിഹരിക്കുന്ന ആധുനിക മിത്തുമാകുന്നു. പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും പരസ്പരാശ്രയത്തിലൂടെ സൃഷ്ടിക്കുന്നതാണ് നിലവിലുള്ള സംസ്കാരം എന്ന് പറയാം. ജനപ്രിയ സിനിമകൾ അവലംബിക്കുന്ന നാടോടി കഥാഘടനകളുടെയും ആദിപ്രരൂപങ്ങളുടെയും പ്രത്യക്ഷ സാന്നിധ്യമാണ് പ്രേക്ഷകരെ അവയിലേക്ക് ആകർഷിക്കുന്നത്. ടൈപ്പ് ഇതിവൃത്തങ്ങൾ, ഇതൊന്ന് ഓർത്ത് വെക്കണേ മക്കളെ. ടൈപ്പ് ഇതിവൃത്തങ്ങൾ, വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ, സ്ഥിര ശൈലിയിലുള്ള പ്രതിപാദന രീതികൾ എന്നിവയിലൂടെ ജനപ്രിയ സിനിമകൾ മിത്തുകൾ അപ്പം ജനപ്രിയ സിനിമകൾ എങ്ങനെയാണ് ഈ മിത്തുകളെ നിർമ്മിക്കുന്നത്? അതായത് ടൈപ്പ് ഇതിവൃത്തങ്ങൾ അല്ലെ, വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ. എന്താ ഈ വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ. അതാണ് വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ. ഒരേ തരത്തിലുള്ള കഥാപാത്രം. അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരേ തരത്തിലുള്ള അച്ഛൻ അല്ലെ, അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഒരേ തരത്തിലുള്ള അമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ അതുപോലെ എന്താണ് സ്ഥിര ശൈലിയിലുള്ള പ്രതിപാദന രീതിയും വാർപ്പ് മാതൃകളായിട്ടുള്ള കഥാപാത്രങ്ങളും ടൈപ്പ് ഇതിവൃത്തങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ജനപ്രിയ സിനിമകൾ എന്താണ് മക്കളെ മിത്തുകൾ നിർമ്മിക്കുന്നത് അല്ലെ. ടൈപ്പ് ഇതിവൃത്തുകൾ, അതുപോലെ തന്നെ സ്ഥിര ശൈലിയിലുള്ള പ്രതിപാദന രീതി, പിന്നെ വാർപ്പ് മാതൃകളായിട്ടുള്ള കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ പ്രാപ്യമാകാത്ത സുഖങ്ങളും, അടുത്തതിലേക്ക് പോവുകയാണ് മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സുഖങ്ങളും
അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും അയഥാർത്ഥ്യമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന മിത്തുകളോട് പ്രേക്ഷകർ സ്വാഭാവികമായും താതാത്മ്യം പ്രാപിക്കുന്നു. അതായത് എന്താണ്, നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് എന്താണ്, ഒരാളെ നമ്മൾ ഒറ്റയ്ക്ക് അടിച്ച് തല്ലിയിടുന്നു അല്ലേ ഒരാളെ എന്താണ്, അപ്പം നായകനിലൂടെ നമ്മളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുകയാണ്. അതല്ലേ സിനിമയിൽ നടക്കുന്നത്. അപ്പം നായകനുമായിട്ട് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു മിത്തുകളോട് നമ്മൾ എന്താണ്, അങ്ങ് താതാത്മ്യം പ്രാപിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും നോക്കുക, താരാരാധനയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതം നിറഞ്ഞ അവദാനങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഈ മിത്തുകൾ യാഥാർത്ഥ്യത്തെ തീർത്തും നിഷ്കാസനം ചെയ്യുന്നില്ല. റോളാങ് ബാർത്ത് പറയും പോലെ മിത്ത് ഒന്നിനെയും ഒളിച്ചു വെക്കുന്നില്ല, എല്ലാറ്റിനെയും വക്രീകരിക്കുകയാണ് അതിൻ്റെ രീതി. മിത്ത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതിവിടെയുമുണ്ട്. ദിനപത്രങ്ങളിലും ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലും പരസ്യങ്ങളിലുമെല്ലാം എഴുതപ്പെട്ടതോ ഉച്ചരിക്കപ്പെട്ടതോ ആയ എന്തിനും മിത്ത് ആവാനുള്ള പ്രവണതയുണ്ട്. സമകാലികമായ ഒരു സംഭവത്തെ അതേപടി രേഖപ്പെടുത്തുന്ന വാർത്തയോ ഡോക്യുമെൻ്ററി പോലും മിത്തായി മാറുമെന്നിരിക്കെ ചലച്ചിത്രാവിഷ്കാരത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ജാൽസി കി റാണി, ബൈജു ബാത്മര തുടങ്ങിയ ആദ്യകാല ഇന്ത്യൻ സിനിമകൾക്ക് ചരിത്രത്തോടെന്നതിനേക്കാൾ ഇതിഹാസ കഥകളോടാണല്ലോ അടുപ്പം. അവയുടെ ആകർഷണീയതയുടെ അടിസ്ഥാനവും ഈ മിത്തിക്കൽ പരിവേഷം തന്നെയാണ്. തീർച്ചയായിട്ടും യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംശീകരിക്കുന്ന ജനപ്രിയ സിനിമകൾ ജാതി, മതം, രാഷ്ട്രീയം, ഭരണകൂടം, സാമൂഹ്യ ബന്ധങ്ങൾ, കുടുംബം, ദാമ്പത്യം, സ്ത്രീ, നന്മതിന്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിലവിലുള്ള പൊതുബോധത്തെ പുനരുൽപാദിപ്പിക്കുകയാണ്. അതായത് ഈ സിനിമകൾ, ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് ഈ നിലവിലുള്ള ആ ഒരു ബോധത്തെ പുനരുൽപാദിപ്പിക്കുകയാണ് അല്ലേ. നിലനിൽക്കുന്ന മൂലധാരണകളെ ചോദ്യം ചെയ്യാനും സിനിമ സന്നദ്ധമാവാറുണ്ട്. പ്രേക്ഷക മനസ്സിൽ രൂപപ്പെട്ടു വരുന്നതോ സമൂഹം സംശീകരിച്ച് കഴിഞ്ഞതോ ആയ പുതിയ മൂല്യങ്ങൾക്കും സിനിമ ചിലപ്പോഴെല്ലാം പ്രകാശനം നൽകുന്നു. സിനിമയിലൂടെ ആഗ്രഹ സബലീകരണം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരെ പ്രീണിപ്പിക്കാൻ അവരുടെ അബോധവച്ചകളെ ആവിഷ്കരിക്കാറുണ്ട്. ഇതിനായി സിനിമയുടെ അവസാന ഭാഗത്ത് നായകൻ്റെ ഇടപെടലിലൂടെ പ്രതിസന്ധി പരിഹരിച്ച് സന്തുലനാവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ചിത്രീകരിക്കുന്നു അല്ലേ. മിക്കമായിട്ടുള്ള ജനപ്രിയ സിനിമകളിൽ നമ്മൾ കാണുന്നത് എന്താ, നായകൻ്റെ ഒരു ഇടപെടൽ അതുണ്ടാവും. അവസാനം എന്താണ്, നായകൻ്റെ ഒരു ഇടപെടലിലൂടെ എന്താണ് അവിടെ ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി സന്തുലനാവസ്ഥയിലേക്ക് നായകൻ എത്തിക്കുന്നു എന്ന രീതിയിലാണ് മിക്ക ജനപ്രിയ സിനിമകളിലെയും ഒരു സ്ഥിര പ്രതിപാദന രീതി. അങ്ങനെയാണ് അല്ലേ. യെസ്, നിലവിലുള്ള മൂല്യങ്ങളെ ധിക്കരിക്കാനുള്ള വയമനസ്യവും അവയെ മറികടക്കാനുള്ള അബോധാവാസനയും ഒരേ സമയം സാക്ഷാത്കരിക്കാൻ ഇത് പ്രേക്ഷകർക്ക് അവസരം നൽകുന്നു. ഈ സംഘർഷമാണ് എല്ലാ ജനപ്രിയ സിനിമകളുടെ നാടകീയതയ്ക്ക് നിദാനം. ഇനിയും അടുത്ത എന്താണ് മക്കളെ, അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. അവസാന പേജാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ജനപ്രിയ സിനിമകളിലെ മുഖ്യ പ്രതിപാദ്യം ഇന്നും കുടുംബമാണ് അല്ലേ. കുടുംബമായിട്ട് കുടുംബം എന്ന് പറയുന്നത് എല്ലാ ജനപ്രിയ സിനിമകളുടെ ഒരു നിത്യമായിട്ടുള്ള പ്രതിപാദന രീതിയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് അല്ലേ. പ്രേക്ഷകരിൽ വേരുറച്ചു പോയ കുടുംബ ദാമ്പത്തിക സങ്കല്പങ്ങളെ ഇളക്കുന്നത് വ്യാപാര വിജയത്തിന് വിഖ്യാതമാവുന്ന എന്ന ലളിതമായ തിരിച്ചറിവാണ് ഇത്തരം ഫാമിലി മെലോ ഡ്രാമകൾ സ്ഥിരം പാറ്റേണുകളിൽ ആവർത്തിക്കപ്പെടാൻ കാരണം അല്ലേ. കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിര ശൈലിയിലുള്ള പ്രതിപാദനമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അതിലൊരു മാറ്റം വരുത്തിയാൽ അവരുടെ വ്യാപാര വിജയത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാവും എന്നുള്ളൊരു ധാരണയാണ് അല്ലേ. പലതരം പ്രതിസന്ധികളിലൂടെ കുടുംബത്തിനുണ്ടാവുന്ന തകർച്ചയാണ് ഇതിവൃത്തത്തിലെ ഓരോ നാടകീയ സന്ദർഭത്തിനും അടിസ്ഥാനം. നിർവഹണ ഘട്ടമെത്തുമ്പോഴേക്കും പ്രതിസന്ധികളെല്ലാം, അതായത് അവസാന സമയത്തേക്ക് എത്തുമ്പോഴേക്കും പ്രതിസന്ധികളെല്ലാം പരിഹൃതമായില്ലെങ്കിൽ അതിനകം നായകനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞ പ്രേക്ഷകർ നിരാശരാകും. അതുകൊണ്ട് കുടുംബം, ദാമ്പത്യം തുടങ്ങിയവയെ സംബന്ധിച്ച പതിവ് ഫോർമുലയിൽ നിന്ന് ഇവ വ്യതിചലിക്കാറില്ല. നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുക മൂലം പലവിധ സഹനങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങി ഒടുവിൽ അവയെ അതിജീവിക്കുന്ന നായക കഥാപാത്രങ്ങളെയാണ് ഇത്തരം സിനിമകളിൽ നാം കാണുന്നത്. ശ്രദ്ധിച്ചോളൂ. സിനിമയുമായി ഇന്ത്യൻ സിനിമ പ്രേക്ഷകർ വെച്ചു പുലർത്തുന്ന ഗാഢ്യവും അതിന് നിഗൂഢമായ മാനസിക ബന്ധം അവരുടെ തന്നെ മനോഭാവങ്ങളെയും അവർക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ അഭിലാഷങ്ങളെയും സൂചിപ്പിക്കുന്നു. ഒക്കെയാണല്ലോ. പ്രേക്ഷകരുടെ മനോഭാവങ്ങളുമായി തീർത്തും വിഘടിച്ചു നിൽക്കുന്ന സിനിമയുമായി അവർക്ക് താതാത്മ്യപ്പെടുക സാധ്യമല്ല. കാരണം വൈചാരികമായല്ല, വൈകാരികമായാണ് മിത്തുകളെ പോലെ സിനിമയും പ്രേക്ഷകരിൽ ആവർത്തിക്കുന്നത്. അംഗീകൃത മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും തകിടം മറയ്ക്കാതെ തന്നെ സാമൂഹിക അംഗീകാരമില്ലാത്തതും അസാധ്യവുമായ അവിഷ്ടങ്ങളെ പ്രത്യക്ഷപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിവുണ്ട്. സിനിമ മിക്കപ്പോഴും ആസ്വാദ്യമാവുന്നത് പ്രേക്ഷകരുടെ അബോധ
ചോദനകൾ ഉദ്ഭവിപ്പിക്കുമ്പോഴാണ്. സ്വപ്ന അവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല. ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് ഈ യാഥാർത്ഥ്യം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതായത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ പരീക്ഷയിൽ അത്ര പ്രാധാന്യമൊന്നും അല്ല. നിങ്ങളത് പേടിക്കൊന്നും വേണ്ട. ഇതെന്താ സാർ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും വേണ്ട. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാവേണ്ട കാര്യം ഇത്രയുമാണ്. ജനപ്രിയ സിനിമകൾ എന്താണ്, പ്രേക്ഷകരുടെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോയി അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നവയാണ്. അപ്പം ഈ ജനപ്രിയ സിനിമകളെ എന്താണ് അപഗ്രഥിക്കുകയല്ല, നമുക്കെന്താണ് അതിനെ എന്താണ് അവഗണിക്കാനല്ല, അപഗ്രഥിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് അല്ലേ. അവഗണിക്കുകയല്ല, ജനപ്രിയ സിനിമകളെ നമ്മൾ അവഗണിക്കരുത് അല്ലേ. അതിനൊരു കലാസൃഷ്ടി ഉണ്ട്, അല്ലെങ്കിൽ ജനപ്രിയ സിനിമകളിൽ ഒരു മൂല്യമുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഈ ഒരു ലേഖനത്തിൽ. അപ്പോൾ ഇത് സിനിമയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്കിതിലെ ചോദ്യങ്ങളൊന്നും ചെയ്താലോ? ഓക്കെ ജോണിയാണ്. ഓക്കെ ജോണി. അപ്പോൾ ഓക്കെ ജോണി എന്ന് പറഞ്ഞാൽ പ്രശസ്ത നിരൂപകൻ, സാഹിത്യ നിരൂപകനും മാധ്യമ പ്രവർത്തകനുമാണ്. അപ്പോൾ മക്കളെ, ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനുമാണ് ഓക്കെ ജോണി. അദ്ദേഹമാണ് ഇത് രചിച്ചത്. ജനപ്രിയ സിനിമകളുടെ കലാമൂല്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലേഖനമാണ് സിനിമയും സമൂഹവും. പാഠഭാഗത്തിൻ്റെ ആശയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം അല്ലേ. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം, കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി മുന്നോട്ട് വെക്കുന്ന 2 ആശയങ്ങൾ. മക്കളെ, ഇത് കൈപ്പാട് എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യമാണ്. ഇത് മാറി വന്ന് കിടന്നതാണ്, നോക്കാം. ഈ ഒരു ജനപ്രിയ സിനിമയ്ക്കെതിരെ ഉന്നയിക്കാറുള്ള പ്രധാന ആക്ഷേപം എന്താണ്? നമ്മൾ വായിച്ചപ്പം പറഞ്ഞതാണ് പ്രധാന ആക്ഷേപം എന്താണ് മക്കളെ? അത് യാഥാർത്ഥ്യ ജീവിതത്തിൽ നിന്നും തെന്നി മാറുന്നു എന്നുള്ളത് അല്ലേ. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പാലായനം. മനസ്സിലായല്ലോ? യെസ്. അടുത്ത 6 മാർക്കിന് ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചുള്ള ചോദ്യമാണ്, ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? അത് 6 മാർക്കിന്. അപ്പം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഴുതാം. അത് ഉത്തമ ഒരു കലാസൃഷ്ടിയാണ്, കാരണം പ്രേക്ഷകരത് ഇഷ്ടപ്പെടുന്നു അല്ലേ. പ്രേക്ഷകരത് ഇഷ്ടപ്പെടുന്നു. അപ്പം അത് ഇതിൻ്റെ ഒരു ആൻസർ വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഒരു മോഡലാണ് ഈ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ അതേപോലെ പഠിക്കണമെന്നില്ല, ഒരു മോഡൽ ആണ് തന്നിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ ജോണി സിനിമയും സമൂഹവും എന്ന ലേഖനത്തിൽ ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് അഭിപ്രായപ്പെടുന്നു. സമൂഹത്തിലെ പൊതുവായ ഒരു കാഴ്ചപ്പാട് ജനപ്രിയ സിനിമകൾ കലാമൂല്യമുള്ളവയല്ല എന്നതാണ്. ഇവ വിനോദോപാധികൾ മാത്രമാണ്. അതുകൊണ്ട് ജനപ്രിയ സിനിമകളെ ഉന്നത മൂല്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നൊരു തെറ്റിദ്ധാരണ പണ്ട് മുതൽക്കേ ഉണ്ടെന്ന് ഓക്കെ ജോണി പറയുന്നു. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ പ്രബലമായ താല്പര്യങ്ങളെയാണ് ജനപ്രിയ സിനിമകൾ വെളിപ്പെടുത്തുന്നത്. അവയെക്കുറിച്ചുള്ള പഠനം സമൂഹത്തെക്കുറിച്ചുള്ളത് കൂടിയായി സിനിമയെ മനസ്സിലാക്കാനും സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാനും ജനപ്രിയ സിനിമകളെ കുറിച്ചുള്ള അപഗ്രഥനത്തിൽ കഴിയും. ഒരു സമൂഹത്തിൽ അടക്കിവെച്ച ചോദനകൾ, ആഗ്രഹങ്ങൾ എന്നിവ ഇത്തരം വിശകലനത്തിലൂടെ കണ്ടെത്താൻ കഴിയും. കമ്പോളത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ചിത്രങ്ങളിൽ സാധാരണക്കാരൻ തന്നെ കാണുന്നു. പ്രേക്ഷകർക്ക് ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്നു ഇവ. പ്രേക്ഷകരുടെ അബോധ ചോദനകളെ ഉദ്ദീപിക്കുന്നു. അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും പ്രതിഷേധങ്ങളും സാക്ഷാത്കരിക്കാൻ ജനപ്രിയ സിനിമകൾ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നു. സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല. അതിനാൽ ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ പറയപ്പെടുന്നു. ഇതൊരു മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. മലയാളം എപ്പോഴും അങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മക്കളെ, ഇന്നത്തെ ക്ലാസ് കുറച്ച് കുട്ടികൾക്കെങ്കിലും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലപോലെ പഠിക്കുക. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പല സബ്ജക്റ്റിൻ്റെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സാറ് നിർത്തുന്നു. താങ്ക് യു.